കൊല്ലം പത്തനാപുരത്ത് ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെത്തി. പൂങ്കുളഞ്ഞി ഭാഗത്താണ് പുലിയെ കണ്ടത്. മറിയാമ്മ ജോർജ് എന്നയാളുടെ വീട്ടിൽ വളർത്തുനായി ആക്രമിച്ചു. ഇതോടെ വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രദേശത്ത് രാത്രി പെട്രോളിംഗ് കർശനമാക്കി. കൂടുതൽ കൂടുകളും സ്ഥാപിക്കും. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം പുലി കടന്നു പോകുന്നത്. ആ വീടിന്റെ ഏറ്റവും അടുത്തേക്ക് തന്നെ, വീടിന്റെ ഇറയത്തേക്ക് വരെ പുലി കടന്നു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നിട്ട് അവിടുത്തെ വളർത്തുനായി ആക്രമിക്കുകയും ചെയ്തു. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, ഭയപ്പെടുത്തുന്ന ദൃശ്യമാണ്. സ്വാഭാവികമായും അവിടുത്തെ താമസക്കാർക്കടക്കം വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ഈ ജനവാസ മേഖലയിൽ പുലി ഉണ്ടായതോടുകൂടി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുകൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വനം വകുപ്പ് എപ്പോൾ കടക്കും? തീർച്ചയായിട്ടും ഏറെ ആശങ്കയും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇത്. പത്തനാപുരം പൂങ്കുളഞ്ഞി ഭാഗത്തുള്ള ജനവാസ മേഖലയിൽ ഒരു വീടിന്റെ മുറ്റത്താണ് ഈ പുലി യഥേഷ്ടം വിഹരിക്കുന്ന ദൃശ്യങ്ങൾ ആ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞത്. ഈ വീടിന്റെ ഇറയത്തേക്കടക്കം പുലി, അതിന് സമീപത്തേക്കടക്കം പുലി വരുന്നുണ്ട്. വീട്ടിലുണ്ടായിരുന്ന വളർത്തുനായ ഈ പുലി ആക്രമിച്ചതായി വീട്ടുടമ പറയുന്നു. പൂങ്കുളഞ്ഞി സ്വദേശിയായ മറിയാമ്മ ജോർജ് എന്ന സ്ത്രീയുടെ വീട്ടിലാണ് ഈ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതോടുകൂടി തന്നെ ജനങ്ങൾക്ക് ഇപ്പോൾ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ജാഗ്രത പാലിക്കേണ്ട വിഷയം, പൂങ്കുളഞ്ഞി സർക്കാർ സ്കൂളിന് തൊട്ടടുത്തായിട്ടാണ് ഈ വീടിരിക്കുന്നത്. സ്കൂൾ തുറക്കാനൊക്കെ ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ കുരുന്നുകൾ സ്കൂളുകളിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പുലിയുടെ സാന്നിധ്യം അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ രാത്രി പെട്രോളിംഗ് മേഖലയിൽ കർശനമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വനം വകുപ്പ്. പെട്രോളിംഗിന് അഞ്ചൽ RRT സംഘത്തിന്റെ സഹായവും കൂടി തേടിയിട്ടുണ്ട്. പ്രദേശത്ത് കൂടുകൾ സ്ഥാപിക്കുന്നത് അടക്കമുള്ള നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.